ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് വെബ്സൈറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലായി ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ സമയം കളയാൻ നിൽക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അവസാനമായിട്ടും നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇതൊക്കെ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്കായിരിക്കും പറയാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വി എസ് കോഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വി എസ് കോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ജാവ ഒക്കെ നമ്മൾ തുടങ്ങിയത് എന്താ വി എസ് കോഡിലാണ്. അതൊരു കോഡ് എഡിറ്ററാണ്. അതായത് നമ്മൾ ഈ കോഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ HTML CSS നമുക്ക് ഈ വി എസ് കോഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഒരു നോട്ട് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു HTML CSS വെച്ച് ഒരു വെബ് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നോട്ട് പാഡിൽ എന്താണെന്ന് വെച്ചാൽ, നോട്ട് പാഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെന്റ് എഴുതുന്ന രീതിയിൽ എഴുതി ഇങ്ങനെ പോകേണ്ടി വരും. വി എസ് കോഡിൽ ഉപയോഗിച്ചുള്ള ഉപകാരം എന്താ വെച്ചാൽ, കുറേ എക്സ്റ്റൻഷൻസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനോ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ നോട്ട് അറിയുമല്ലോ, ഈ നോട്ടിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെറുതെ ഒരു ടെക്സ്റ്റ് എഴുതുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അവിടെ എറർ വന്നാൽ നിങ്ങൾക്ക് തിരിയൂല. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവം മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ സെർച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ വി എസ് കോഡിൽ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി എസ് കോഡ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതൊന്നുമില്ല, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വി എസ് കോഡ് എന്ത് ചെയ്യുക, നമുക്ക് വി എസ് കോഡ് ഡൗൺലോഡ് എന്നുള്ള കാര്യം കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ആദ്യം വരുന്ന ലിങ്ക് ഉണ്ടല്ലോ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാൻ നിങ്ങൾക്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, അതായത് ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക് ആണെങ്കിൽ മാക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ മാക് ആണെങ്കിൽ മാക് ഉണ്ട്, അതുപോലെ തന്നെ ലിനക്സ് ആണെങ്കിൽ ലിനക്സ് ഉണ്ട്. നിങ്ങൾ ഏത് OS ആണ് നോക്കുക, ആ OSനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക് ആണെങ്കിൽ മാക്, അല്ലെങ്കിൽ വിൻഡോസ് ആണ് വിൻഡോസ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വി എസ് കോഡ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. ആ സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, വെൽക്കം എന്നുള്ള ഒരു ഫയലും കൂടി ഉണ്ടാവും. അതിൻ്റെ അടുത്തൊരു എക്സ്പ്ലോറർ പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഫേസ് ആണ്. ഓക്കെ, ആ ഫേസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓപ്പൺ ഫോൾഡർ എന്നൊന്നും ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്പൺ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത്, ഡൗൺലോഡ്സ് ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്. ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. വെസ്ലൻ HTML എന്നുള്ള രീതിയിൽ കോഴ്സ് ട്യൂട്ടോറിയൽ എന്നുള്ള ആഡ് ചെയ്യാം. ഓക്കെ, ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ. ഓക്കെ, ദിസ് നെയിം ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ. ഓക്കെ, ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്ലൻ HTML മാത്രം കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മളുള്ളത്, വി എസ് കോഡിൻ്റെ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഘട്ടമാകുമ്പോൾ പഠിച്ചോളും. ഇവിടെ എക്സ്റ്റൻഷൻ പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ടാവും. ആ എക്സ്റ്റൻഷന് പോയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ടാവും. അതായത് ലൈവ് സെർവർ എന്നുള്ള ഒരു സംഭവം കൂടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് എക്സ്റ്റൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യും, വി എസ് കോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പല എക്സ്റ്റൻഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ എന്തിനാ ഈ ലൈവ് സെർവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ കോഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ കോഡ് നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാണണം. അതായത് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർവറിൽ റൺ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോകണം, വീണ്ടും റൺ ചെയ്യണം, റിഫ്രഷ് ചെയ്യണം, റൺ ചെയ്യണം, ആ രീതിയിലാണ്. പക്ഷേ ഇവിടെ ഈ ലൈവ് സെർവർ എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നോ സേവ് ചെയ്തതിനനുസരിച്ച് അത് എന്ത് ചെയ്യും, അവിടെ ഓട്ടോ റിഫ്ലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് റിഫ്ലക്ട്, നമ്മൾ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാണ് നമ്മൾ ലൈവ് സെർവർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വെസ്ലൻ്റെ ഉള്ളിൽ ഈ വെസ്ലൻ HTML എന്നുള്ള
ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഫയൽ index.html എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് എന്തുകൊണ്ട് index.html എന്നുള്ളത് ഫയൽ ഉണ്ടാക്കിയെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫയൽ index.html എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമുക്കൊരു HTML ഫയലാണ് ഉണ്ടാക്കേണ്ടത്. ഈ .html എന്നുള്ളത് എക്സ്റ്റൻഷനാണ്. അതായത് നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ജാവ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ജാവാൻ്റെ ട്യൂട്ടോറിയൽ സമയത്ത് നമ്മൾ .java എന്നാണ് കൊടുത്തത്. ഇനി ജാവ സ്ക്രിപ്റ്റ് ആണെങ്കിൽ .js എന്നുള്ള ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ HTML ആണെന്നുള്ളത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫയൽ ഇതാണെന്നുള്ളത് രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് index.html. അതുകൊണ്ട് ഇൻഡെക്സ് എന്നുള്ള പേര് എന്തിനാണ് കൊടുത്തത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇൻഡെക്സ് എന്നുള്ളത് നോർമലി കൂടുതലും ഇൻഡെക്സ് എന്നുള്ള ഡെവലപ്പേഴ്സ് ഇവിടെ എന്തും കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് കൊടുത്തത് western.html ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് name.html എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തിനാണ് ഇൻഡെക്സ് കൊടുക്കുന്നത് വെച്ചാൽ, ഇൻഡെക്സ് എന്നുള്ളത് ഒരു അതാണ് സ്റ്റാൻഡേർഡ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ കൂടുതലായി ഈ ഹോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കൂടുതലായി സെർച്ച് ചെയ്യുന്ന index.html ഉണ്ടോ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് മെത്തേഡും ആണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അത് മെയിൻ ഫയലിനെ index.html എന്നുള്ളത് ആക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ HTML ഫയൽ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്യാൻ തുടങ്ങാം. ഈ കോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണേ, നമ്മൾ HTML ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഈ HTML എന്ന് വെച്ചാൽ ഇതൊരു സെറ്റ് ഓഫ് റൂളാണ്. അതായത് നമ്മൾ പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനനുസരിച്ചിട്ടാണ് ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, എന്താണ് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഹെഡർ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാരഗ്രാഫ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എലമെൻറ്റ്സ് എല്ലാത്തിനും അതെ എന്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ എലമെൻറ്റ്സ് വെച്ചാൽ ഒരു ലെസ് ദാൻ്റെ ചിഹ്നവും പിന്നെ എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹെഡർ കൊടുക്കണം. ഹെഡർ കൊടുക്കണമെങ്കിൽ H1 എന്നുള്ളത് കൊടുക്കുന്നു. നമുക്ക് വലുപ്പത്തെ ഹെഡർ എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യും, മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണുന്ന രീതിയിൽ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ H1 ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടാഗ് എന്താണെന്നുള്ളതും പറയാം. അപ്പോൾ എലമെൻറ്റ് ആദ്യം പറഞ്ഞു, അതിനെന്ത് ചെയ്യും, ലെസ് ദാൻ ചിഹ്നം ഉണ്ടാവും, പിന്നെ അതിൽ H1 എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ടാവും, എന്നിട്ട് അതിന് ഒരു ക്ലോസിങ് ടാഗ് ഉണ്ടാവും. ക്ലോസിങ് വെച്ചാൽ ഒരു ഗ്രേറ്റർ ദാൻ ഒരു സംഭവം കൂടി ഉണ്ടാവും. ആ ഗ്രേറ്റർ ദാൻ എന്നാൽ അതിനെയാണ് ടാഗ് എന്ന് പറയാം. അതിനാണ് ഈ പറഞ്ഞ HTML ടാഗ് എന്ന് അതിനാണ് പറയാം. അതായത് ഇങ്ങനെ ലെസ് ദാൻ കണ്ടു, പിന്നെ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കണ്ടു, അത് ഒന്നോ H1 അല്ലെങ്കിൽ P. ഇപ്പോൾ പാരഗ്രാഫ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ P ആണ്, അല്ലെങ്കിൽ H1 ഒരു ഹെഡിങ് ടാഗ് ഉപയോഗിക്കുമ്പോൾ H1 ആണ്. ഇപ്പോൾ ലെസ് ദാൻ പിന്നെ എന്തെങ്കിലും ഒരു ലെറ്റർ H1 ഓർ P അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടു പിന്നെ ഗ്രേറ്റർ ദാൻ കണ്ട നിങ്ങളെ മനസ്സിലാക്കുക, അത് HTML, അതിനാണ് ടാഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് മാത്രമല്ല, അതിന് ശേഷം കുറച്ച് കണ്ടന്റ് ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്തു, ദിസ് ഈസ് ഹെഡർ എന്ന് കൊടുക്കുന്നു, ദിസ് ഈസ് ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കണ്ടന്റ് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെയും ഒരു ക്ലോസിങ് ടാഗ് ഉണ്ട്. അതായത് ലെസ് ദാൻ ഒരു സ്ലാഷ് എന്നുള്ള ഇതുണ്ടാവും, പിന്നെ എന്താണോ ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള കീവേഡ്, അത് H1 ആണ് H1, P ആണെങ്കിൽ P കൊടുത്തതിന് ശേഷം പിന്നെ ഗ്രേറ്റർ ദാൻ വെച്ച് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ടോട്ടലിലാണ്. അതായത് ഇത് ടാഗാണ്. ഇത് ഇപ്പോൾ പറഞ്ഞ ഓപ്പണിംഗ് ടാഗാണ്. ആ അവസാനം പറഞ്ഞില്ല സ്ലാഷ് വെച്ച് ക്ലോസ് ചെയ്യുന്ന അത് എന്താണ്, ക്ലോസിംഗ് ടാഗാണ്. ഈ ക്ലോസിംഗ് ടാഗും ഓപ്പണിംഗ് ടാഗും എന്നാണ് ഇതിനെ പറയാം. ഓപ്പണിംഗ് ടാഗ് ഇതും ക്ലോസിംഗ് ടാഗും. ഇതിൻ്റെ ഇടയിൽ വരുന്ന സംഭവത്തിനാണ് കണ്ടന്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കൂടിയ സംഭവത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ HTML ഫുള്ളായിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെന്റ്സും ടാഗ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു HTML ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി എലമെന്റ് എന്താണ്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, ഒരു ഗ്രേറ്റർ ദാൻ എന്നുള്ളത് കൊടുത്തു. ഗ്രേറ്റർ ദാൻ കൊടുത്തതിന് ശേഷം H1 എന്നുള്ള ഒരു ടാഗാണ്, അത് ഒരു H1 എന്നുള്ള ഒരു ടാഗാണ്. അത് നമ്മൾ ഈ ഹെഡിങ് ഒക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു H1 ടാഗ്. അത് അങ്ങനെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യും, ആ H1 കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു ചിഹ്നം കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇത് അവിടെ ഇരിക്കട്ടെ, അത് ഓൾറെഡി വന്നതാണ്. അപ്പോൾ H1 എന്നുള്ളത് എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ വെച്ച് ഇതാണ് ടാഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ദിസ് ഈസ് ഹെഡിങ്. ഓക്കെ, ഹെഡിങ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇതാണ് കണ്ടന്റ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കണ്ടന്റ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ക്ലോസിങ് ടാഗാണ്. ക്ലോസിങ് ടാഗിന് ലെസ് ദാൻ ഉപയോഗിക്കുക, പിന്നെ സ്ലാഷ് എന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതാ H1 എഴുതുക. H1 ശേഷം ഗ്രേറ്റർ ദാൻ എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ക്ലോസിങ് ടാഗ്, ഇതാണ് ഓപ്പണിംഗ് ടാഗ്. അതിൻ്റെ ഇടയിലുള്ള സംഭവമാണ് കണ്ടന്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എലമെൻറ്റ്സ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ടാഗ് എന്ന് മനസ്സിലാക്കി. ടാഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം, ടാഗ് എന്ന് പറഞ്ഞാൽ H1 ടാഗ് ഓപ്പണിങ്ങും ഈ ക്ലോസിങ്ങും കണ്ടന്റും അടക്കം വരുന്നതിനാണ് എലമെൻറ്റ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ H1 ഇല്ലെങ്കിൽ H1 ക്ലോസിങ് ടാഗ്, ഇതിന് ക്ലോസിങ് ടാഗും ഇതിന് ഓപ്പണിംഗ് ടാഗും. അപ്പോൾ ഇത് മാത്രം നോക്കുകയാണെങ്കിൽ അതിനെ ടാഗ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ടാഗ്, എന്താണ് എലമെൻറ്റ് നിങ്ങൾ പഠിച്ചു. ഇതൊരു മെയിൻ ഭാഗമാണ്. കാരണം എന്താണ് എലമെൻറ്റ്, എന്താണ് ടാഗ് എന്ന് മനസ്സിലായാലേ നമുക്ക് എന്തെങ്കിലും ഈ HTML മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ HTML മൊത്തത്തിൽ ടാഗും ആൻഡ് എലമെൻറ്റ്സ് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ HTML. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി. HTML ഇപ്പോൾ അതുപോലെ എലമെൻറ്റ്സ് എന്താ, പിന്നെ അതുപോലെ തന്നെ ടാഗ്സ് എന്താ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പറയാൻ. ഇപ്പോൾ നമ്മൾ ഈ ഡോഗ് ടൈപ്പ് അങ്ങനെയുള്ള പല ടാഗ്സും വരും. ഈ ടാഗ്സ് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഓപ്പണിങ്ങും ഗ്രേറ്റർ ദാനും ലെസ് ദാനും അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടെങ്കിൽ അതെന്താണ് ടാഗ് ആണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ മൊത്തത്തിൽ HTML എന്ത് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.